നമസ്കാരം, ഞാൻ ലെനിൽ. വലിയ ലോകത്തിലെ ചെറിയ കാര്യങ്ങൾ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയ്ക്ക് വന്ന കമൻറ്റുകളിൽ എനിക്ക് വളരെ വാലിഡായിട്ട് തോന്നിയൊരു കമൻറ്റ്, ഞാൻ പറഞ്ഞിരുന്നു അടുത്ത 5 വർഷം നമ്മളെ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന തിരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്നതെന്ന്. അപ്പോൾ നമ്മളൊരു സുഹൃത്ത് പറഞ്ഞത്, അടുത്ത 5 വർഷം നമ്മൾ ഭരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയിൽ കയറിയിരുന്ന് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമല്ല, നമ്മൾ സേവിക്കാനുള്ളവരെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെന്ന്. അത് സത്യമായിട്ടുള്ള കാര്യമാണെങ്കിൽ കൂടി ആ ഒരു ബോധ്യം തിരഞ്ഞെടുക്കുന്നവർക്കോ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്കോ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. തിരഞ്ഞെടുക്കുന്നത് വരെ ഇവരൊക്കെ നമ്മുടെ മുന്നിൽ തൊഴുത് നിൽക്കുകയും കുമ്പിട്ട് നിൽക്കുകയും കൈകൂപ്പി വെക്കുകയൊക്കെ ചെയ്യും. അത് കഴിഞ്ഞ് തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവരെ കാണാൻ നമ്മൾ അവരുള്ളിടത്തേക്ക് പോകണം, അവരുടെ അപ്പോയിൻമെൻറ്റ് എടുക്കണം, അവരുടെ സൗകര്യത്തിനനുസരിച്ച് അവരുടെ അടുത്ത് നമ്മൾ തൊഴുത് കൈകൂപ്പി നിൽക്കണം. ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരേണ്ടത് തന്നെയാണ്. പക്ഷേ പെട്ടെന്നൊരു ദിവസം ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരില്ല. അല്ലെങ്കിൽ ഞാനോ നിങ്ങളോ പോലുള്ള ചെറിയൊരു കൂട്ടം ശ്രമിച്ചാൽ ഈ അവസ്ഥ മാറുമെന്ന് തോന്നുന്നില്ല. ഇത് മാറ്റപ്പെടേണ്ട ഒരു വ്യവസ്ഥിതിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഒരു വ്യവസ്ഥിതി ആണ് പണ്ടുണ്ടായിരുന്നത്. ആ ഒരു വ്യവസ്ഥിതിക്കെതിരെ സമരം ചെയ്തൊക്കെ വന്നൊരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പിന്നീട് വ്യതിചലിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരം കിട്ടിയപ്പോൾ തൊട്ട് പാർലമെൻ്ററി വ്യാമോഹം വന്നതോടുകൂടി അതിൽ നിന്ന് വ്യതിചലിച്ചു പോയി. അങ്ങനെ ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാതെ വേറെ ആരെങ്കിലും ഒരു വിപ്ലവം നടത്തിയാലാണ് നമുക്ക് ഈ വ്യവസ്ഥിതിന് മാറ്റം വരുത്തിയിട്ട് അധികാരം യഥാർത്ഥ അർത്ഥത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അധികാരം ആരുടെ കയ്യിൽ കിട്ടിയാലും അവർ ആ അധികാരത്തിൻ്റെ മത്ത് പിടിച്ച് അതിൻ്റെ ലഹരി നുണഞ്ഞ് ആ അധികാരത്തിൻ്റെ ലഹരിയുടെ അടിമയായി മാറുന്നു എന്നുള്ള സത്യമാണ് നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്ക് ഭരണം കിട്ടിയപ്പോൾ പോലും നമ്മളതാണ് കണ്ടത്. എങ്കിലും അധികാരം യഥാർത്ഥത്തിൽ ജനങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതാണ്. ഓക്കെ, നമുക്ക് ഈ വീഡിയോയിലേക്ക് വരാം. ഈ വീഡിയോയിൽ ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പ്രബലമായിട്ടുള്ള 3 മുന്നണികളുടെ സാധ്യതകളെയാണ്. ആദ്യമായിട്ട് നമുക്ക് ഭരണത്തിലിരിക്കുന്ന LDFിൻ്റെ സാധ്യത തന്നെ നോക്കാം. LDF തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കഴിഞ്ഞ 10 വർഷം നടത്തിയ വികസന പ്രവർത്തനങ്ങളെ മുൻനിർത്തിയാണ്. സത്യസന്ധമായിട്ട് എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭരണത്തിനെതിരെ അല്ലെങ്കിൽ ഭരിക്കുന്ന മന്ത്രിമാർക്കെതിരെയോ വലിയ അഴിമതി ആരോപണങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. സ്വജനപക്ഷപാതം പിന്നെ CPIM എന്നുള്ള പാർട്ടിയുടെ ഒരു മുഖമുദ്ര അവിടെ കൂടപ്പുറപ്പാണ്. അത് വളരെ നല്ല രീതിയിലുണ്ട്. പക്ഷേ കാര്യമായിട്ടുള്ള അഴിമതി ആരോപണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഒന്നാമത്തെ പിണറായി സർക്കാരിന് ശേഷം 2ാം പിണറായി സർക്കാരിൻ്റെ നിലപാടുകളോട് ജനങ്ങൾക്ക് അത്ര പ്രതിബദ്ധയില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം 1ാം സർക്കാരിൽ ഏറ്റവും കൂടുതൽ പേര് കേട്ട മന്ത്രി ആരോഗ്യമന്ത്രിയായിരുന്ന ശ്രീമതി ശൈലജ ടീച്ചറെ അടക്കം മാറ്റി നിർത്തി എല്ലാ മന്ത്രിമാരെയും മാറ്റി പുതിയൊരു കൂട്ടത്തിനെ കൊണ്ടുവന്നത് അധികാരം മുഴുവനും പിണറായി വിജയനിലേക്ക് മാത്രം കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു ചിന്ത സാധാരണ ജനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അത് കൃത്യമായിട്ട് പാർട്ടീനെയും മന്ത്രിസഭേനെയും പൂർണ്ണമായിട്ട് കൈപ്പിടിയിൽ ഒതുക്കുന്ന ഒരു ഭരണമാണ് പിണറായി വിജയൻ നടത്തിയത്. സാധാരണ LDF സർക്കാർ വരുമ്പോൾ മുഖ്യമന്ത്രിനേക്കാൾ പവർഫുൾ ആവാറുള്ളത് പാർട്ടി സെക്രട്ടറിയാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് കാണുന്നത് പാർട്ടി സെക്രട്ടറിക്ക് പാർട്ടിയിലുള്ളതിനേക്കാൾ വില പാർട്ടി സെക്രട്ടറിക്ക് ഉള്ളതിനേക്കാൾ വില പിണറായി വിജയന് പാർട്ടിയിലുണ്ട്, മന്ത്രിസഭയിലുണ്ട്. പിന്നെ മന്ത്രിസഭയുടെ ഹെഡാണല്ലോ. അപ്പം ആ ഒരു അവസ്ഥയോട് ജനങ്ങൾക്ക് വിരോധമുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് മൊത്തത്തിലുണ്ട്. പിന്നെ പിണറായി വിജയൻ്റെയും അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ കൂടെ നിൽക്കുന്നവരുടെയും ധാർഷ്ട്യം, ജനങ്ങളോട് കാണിക്കുന്ന ധിക്കാരം, അതിനെതിരെ ഒരു അവസരം കിട്ടിയാൽ പ്രതികരിക്കണം എന്ന് ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു ഭരണമാറ്റം ഉണ്ടാവാൻ പോകുന്നു എന്നൊരു ചിന്ത പിണറായി വിജയനടക്കം ഉണ്ട് എന്നാണ് ഇപ്പം അടുത്ത് കാണുന്ന അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. പാർട്ടി സഖാവ് തന്നെ ഒരു ചോദ്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അതൊക്കെ ഈ ഭരണം നഷ്ടപ്പെടാൻ പോകുന്നു എന്നുള്ള വേവലാദ്യം ഉണ്ടാകുന്ന പ്രതികരണങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വേറെ ഭരണമാറ്റം ഉണ്ടാവാൻ പോകുന്നു എന്നുള്ള വേറൊരു സൂചന അറിയപ്പെടുന്നൊരു പിണറായി ഭക്തനായിട്ടുള്ള
ബി ഉണ്ണികൃഷ്ണൻ എഴുതി സംവിധാനം ചെയ്ത് പ്രതിച്ഛായ എന്ന് പറഞ്ഞ സിനിമ കണ്ടാലറിയാം. സാധാരണ തിരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ പിണറായി വിജയൻ്റെ സ്തുതികളാണ് വരാറ്. ഇതിലിപ്പോൾ അങ്ങനെ ഒന്നുമില്ല. ഉമ്മൻചാണ്ടീനെ വെളുപ്പിക്കുന്നൊരു സിനിമയാണത്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഭരണമാറ്റം ഉണ്ടാകാൻ പോകുന്നു തന്നെയാണ്. അതിനേക്കാൾ കൂടുതലായിട്ട് പാർട്ടീനെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുകയും കമ്മ്യൂണിസം വരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന കുറേ നല്ല കമ്മ്യൂണിസ്റ്റുകാർ ഈ മന്ത്രിസഭ, പിണറായി വിജയൻ്റെ മന്ത്രിസഭ അധികാരത്തിൽ നിന്ന് മാറി നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. കാരണം പാർട്ടിയുടെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോയി, കമ്മ്യൂണിസത്തിൽ നിന്നും വ്യതിചലിച്ചു പോകുന്നു. അതുകൊണ്ട് തന്നെ പിണറായി വിജയനും പാർട്ടിക്കും ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട് എന്ന് പാർട്ടീനെ സ്നേഹിക്കുന്ന നല്ല സഖാക്കൾ വിചാരിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു ഫീൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പാർട്ടി ഭരണത്തിൽ നിന്ന് മാറണമെന്ന് കോൺഗ്രസ്സുകാരെക്കാളും ബി ജെ പിക്കാരെക്കാളും കൂടുതലായിട്ട് പാർട്ടീനെ സ്നേഹിക്കുന്ന നല്ല കമ്മ്യൂണിസ്റ്റുകാർ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. രണ്ടാമത് യു ഡി എഫിൻ്റെ സാധ്യതകളെന്നൊക്കെ ഇതേ ഒരു ഒറ്റ കാരണമാണ് യു ഡി എഫിനും ഉള്ളത്. സാധ്യത LDF ഗവൺമെൻറ് ഭരണത്തിൽ നിന്നിറങ്ങണം. അതിന് നമുക്ക് ആർക്ക് വോട്ട് ചെയ്യണം? യു ഡി എഫിന് വോട്ട് ചെയ്യണം. ആ ഒരൊറ്റ കാരണം മാത്രമാണ് യു ഡി എഫിന് അനുകൂലമായിട്ട് നിൽക്കുന്നത്. ഇവർ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ അഴിമതി ഉണ്ടാകുമെന്നും തമ്മിൽ തല്ലുണ്ടാവുന്നു. ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രി ആരാവണം എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് ഉള്ളിൽ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാവും എന്നറിയാമെങ്കിൽ കൂടി കുറച്ച് 5 വർഷം പിണറായിയുടെ നേതൃത്വത്തിലുള്ള മുന്നണി പ്രതിപക്ഷത്തിരിക്കട്ടെ എന്ന് ജനങ്ങൾ വിചാരിച്ചാൽ അത് യു ഡി എഫിന് അനുകൂലമാവും. കാരണം LDF ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാൻ യു ഡി എഫ് അല്ലാതെ വേറെ ഓപ്ഷനില്ല. കേരളത്തിലിപ്പോൾ BJP നേതൃത്വത്തിലുള്ള NDAക്ക് വോട്ട് ചെയ്തിട്ട് എന്താ കാര്യം? ഞങ്ങൾ നിങ്ങൾക്ക് എന്തിനു വോട്ട് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NDAക്ക് അതിനൊരു മറുപടി ഇല്ല. എന്തിനു വോട്ട് ചെയ്യണം? വികസനത്തിനോ? നിങ്ങൾക്ക് അതിന് ഭരണം കിട്ടുമോ? ഭരിക്കാൻ പോകുന്നുണ്ടോ? 15-20 മണ്ഡലങ്ങളിലല്ലാണ്ട് ഈ 140 മണ്ഡലങ്ങളിൽ BJP ഒരു ആൾട്ടർനേറ്റീവായിട്ട് ജനങ്ങൾ കാണുന്നില്ല. 30,000-ത്തിന് മേലെ വോട്ടുള്ള BJPക്ക് വോട്ടുള്ള മണ്ഡലങ്ങൾ 15-20 മണ്ഡലങ്ങൾ കേരളത്തിലുള്ളൂ. അവിടെ മാത്രമാണ് BJPക്ക് ഒരു സാധ്യത നിലനിൽക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ആ ഒരു ഓപ്ഷനായിട്ട് ജനങ്ങളുടെ മുന്നിൽ വരുന്നത്? അപ്പോൾ LDF ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാൻ ജനങ്ങളുടെ മുന്നിലുള്ള ഒരു ഓപ്ഷൻ UDF മാത്രമായതുകൊണ്ട് UDFന് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ഇപ്പോൾ കേരളത്തിലുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഇനി ഇപ്പോൾ BJP ഇപ്പോൾ കാണുന്ന സർവേയുടെ റിസൾട്ടൊക്കെ നമുക്കറിയാവുന്നതാണ്. ഈ എക്സിറ്റ് പോള് നിരോധിക്കുന്ന പോലെ തന്നെ നിരോധിക്കേണ്ട ഒരു സാധനമാണ് സർവേ ഫലങ്ങൾ. ഓരോരുത്തർക്കും ഇഷ്ടമുള്ള പോലെ ഓരോ സർവേ ഫലങ്ങൾ, മാധ്യമങ്ങളുടെ രാഷ്ട്രീയ ചായ്വിനനുസരിച്ച് അവരോരോ സർവേ ഫലങ്ങൾ ഉണ്ടാക്കി വിടും. ഈ സർവേ ഫലങ്ങൾ ജനങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ, ജനങ്ങളുടെ വോട്ടിനെ ബാധിക്കും, സ്വാധീനിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ഓരോരുത്തർക്ക് അനുകൂലമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സർവേകൾ ഉണ്ടാക്കി വിടുന്നത്. അതും ഈ ഇലക്ഷൻ കമ്മീഷൻ നിരോധിക്കേണ്ട ഒരു സാധനമാണ്. എങ്കിൽ കൂടി ഈ ഫലങ്ങളൊക്കെ കാണിക്കുന്ന പോലെയാണെങ്കിൽ 2 സീറ്റോ 3 സീറ്റൊക്കെ BJPക്ക് ജയിക്കാൻ പറ്റുകയാണെങ്കിൽ, ക്രമമായി BJP അവരുടെ ശക്തി വർദ്ധിപ്പിച്ചു വരികയാണെങ്കിൽ മാത്രമാണ് BJPക്ക് ഒരു ആൾട്ടർനേറ്റീവായിട്ട് കേരളത്തിൽ വളർന്നു വരാൻ സാധിക്കുള്ളൂ. പിന്നെ BJPക്ക് ഒരു പരിധിയിൽ കൂടുതൽ കേരളത്തിൽ വളരാനും പറ്റില്ല. കാരണം 50% കൂടുതൽ വരുന്നത് കേരളത്തിൽ ന്യൂനപക്ഷങ്ങളാണ്. BJPക്ക് പടർന്നു കയറാൻ പറ്റുന്ന വോട്ടുകളെന്ന് പറഞ്ഞാൽ 50% താഴെ വരുന്ന ഈ ഭൂരിപക്ഷ വോട്ടുകളാണ്. അതിൽ തന്നെ ബഹുഭൂരിപക്ഷവും ഇടതുപക്ഷം കൈയടക്കി വെച്ചിരിക്കുകയാണ്. ഈ കൈയടക്കി വെച്ചിരിക്കുന്ന വോട്ടുകളിലേക്ക് പടർന്നു കയറാൻ പറ്റിയെങ്കിൽ മാത്രമാണ് BJPക്ക് ഒരു വളർച്ച ഉണ്ടാകുന്നത്. ന്യൂനപക്ഷങ്ങളൊക്കെ എത്ര കാലം ന്യൂനപക്ഷങ്ങളുടെ മുന്നിൽ എന്തൊക്കെ ചെയ്താലും ന്യൂനപക്ഷങ്ങൾ ഒരു പരിധി കൂടുതൽ BJPയോട് അടുക്കില്ല എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ വന്ന് FCRA ബില്ലിന് ഇത് തന്നെ കുറച്ചെങ്കിലും BJPയോട് അടുത്തിരുന്ന ക്രിസ്ത്യാനികളെ അതിൽ നിന്ന് അകറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ BJPയുടെ വളർച്ച വളരെ പരിമിതമായേ കേരളത്തിൽ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ BJP ഒരു കാലത്തും കേരളത്തിലൊരു ആൾട്ടർനേറ്റീവായിട്ട് ജനങ്ങൾ കരുതൂല. ഈ LDF UDF മാറി തന്നെ വരും. അതുകൊണ്ട് ഇത്തവണ LDF ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്താൻ UDFന്
ഒരു ചാൻസ് കൊടുക്കാൻ ജനങ്ങൾ തീരുമാനിച്ചാൽ അതിനാണ് സാധ്യത കൂടുതലെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവണം. എല്ലാവർക്കും സ്വന്തമായിട്ടുള്ള അഭിപ്രായം ഉണ്ടാവണം. ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിന് താഴെ തന്നെ രേഖപ്പെടുക. നന്ദി, നമസ്കാരം.